മാരകമായ ആക്രമണങ്ങൾക്ക് മറുപടിയായി പാകിസ്ഥാൻ സുരക്ഷാ സേന അഫ്ഗാൻ അതിർത്തിയിൽ വ്യോമാക്രമണം ആരംഭിച്ചു. ആക്രമണങ്ങളിൽ കുറഞ്ഞത് 34 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. രാജ്യത്തുടനീളം സായുധ സംഘങ്ങൾ നടത്തിയ നിരവധി ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഓപ്പറേഷൻ ആരംഭിച്ചത്. 3 സ്ഥലങ്ങൾ കൃത്യമായ ആക്രമണത്തിലൂടെ നശിപ്പിക്കപ്പെട്ടു. തെക്കൻ തുറമുഖ നഗരമായ കറാച്ചിയിലെ അർദ്ധസൈനിക വിഭാഗമായ റേഞ്ചേഴ്സിന്റെ പ്രാദേശിക ആസ്ഥാനം ലക്ഷ്യമാക്കി തോക്കുകളും സ്ഫോടക വസ്തുക്കളും ധരിച്ച പോരാളികൾ നടത്തിയ ആക്രമണത്തിൽ 3 സൈനികർ കൊല്ലപ്പെട്ടതിന് ഒരു ദിവസത്തിന് ശേഷമാണ് സംഭവം പുറത്തുവന്നത്. ഫെബ്രുവരി മുതൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയിലെ പോരാട്ടങ്ങളിൽ 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുള്ളിൽ വ്യോമാക്രമണം നടത്തിയതോടെയാണ് പോരാട്ടം ആരംഭിച്ചത്. ഇത് അഫ്ഗാനിസ്ഥാനെ തിരിച്ചടിക്കാൻ പ്രേരിപ്പിച്ചു. അന്താരാഷ്ട്ര മധ്യസ്ഥതയിൽ നിരവധി റൌണ്ട് സമാധാന ചർച്ചകൾ നടന്നിട്ടും സ്ഥിരമായ ഒരു വെടിനിർത്തൽ പോലും എത്തിയിട്ടില്ല. അടുത്തിടെ ഏപ്രിലിൽ ചൈന ഇരുപക്ഷവും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയും സംഘടിപ്പിച്ചു. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വഷളാകുന്നത് ഒഴിവാക്കാനും പരിഹാരം തേടാനും സമ്മതിച്ചതായി ബീജിംഗ് പിന്നീട് പ്രസ്താവിച്ചു. ദിവസങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വീണ്ടും രൂക്ഷമാകുകയാണ്. ചൈനയുടെ മധ്യസ്ഥതയിൽ നടന്ന വെടിനിർത്തൽ പൂർണ്ണ പരാജയമാണെന്ന് തെളിഞ്ഞു. കഴിഞ്ഞ വർഷം മുതൽ അതിർത്തിയിലും അഫ്ഗാനിസ്ഥാനുള്ളിലും പാകിസ്ഥാൻ നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ താലിബാന്റെയും മറ്റ് സായുധ ഗ്രൂപ്പുകളുടെയും ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത്. പാകിസ്ഥാനിൽ മാരകമായ ആക്രമണങ്ങൾ നടത്തുന്ന പോരാളികൾക്ക് അഫ്ഗാൻ താലിബാൻ സർക്കാർ അഭയം നൽകുമെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു. ഈ ആരോപണങ്ങൾ കാബൂൾ നിഷേധിച്ചു. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളും നയതന്ത്ര പിരിമുറുക്കങ്ങളും വീണ്ടും വൻ യുദ്ധഭീതിയിലേക്ക് വഴിമാറുന്നു. പാകിസ്ഥാനിലെ കറാച്ചിയിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ അഫ്ഗാനിസ്ഥാൻ അതിർത്തിക്കുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയ പാക് വ്യോമസേന യുദ്ധവിമാനങ്ങൾ അതിരൂക്ഷമായ ബോംബാക്രമണം നടത്തി. ഞായറാഴ്ച അർദ്ധരാത്രിയോടെയുണ്ടായ ഈ വ്യോമാക്രമണങ്ങളിൽ 34-ലധികം സാധാരണക്കാർ കൊല്ലപ്പെടുകയും 40-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാനിലെ പാക്തിയ എന്നീ പ്രവിശ്യകളിലെ വിവിധ ജനവാസ മേഖലകളിൽ ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാന്റെ ഈ ഭീകരമായ സൈനിക നീക്കം. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സാധാരണക്കാരാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അഫ്ഗാനിലെ ഒരു മാധ്യമം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഞായറാഴ്ച രാത്രി വൈകിയാണ് പാക് സൈന്യം ഈ ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടത്. അഫ്ഗാനിസ്ഥാന്റെ പാക്തിക പ്രവിശ്യയിലെ ഗ്യാൻ ജില്ലയിലും പാക്തിയ പ്രവിശ്യയിലെ സമകാനി ജില്ലയിലുമുള്ള സാധാരണക്കാരുടെ പാർപ്പിട മേഖലകളെയാണ് പാക് യുദ്ധവിമാനങ്ങൾ ബോംബെറിഞ്ഞ് തകർത്തത്. ഈ ആക്രമണങ്ങളിൽ പെട്ടെന്ന് തന്നെ 34,000-ലധികം പേർക്ക് ജീവൻ നഷ്ടമാകുകയും 40-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണം നടന്ന സമയത്ത് ഈ പ്രദേശങ്ങളിൽ സൈനികരുടെയോ വിമതരുടെയോ യാതൊരുവിധ സാന്നിധ്യവും ഉണ്ടായിരുന്നില്ലെങ്കിലും ഇരകളായവരെല്ലാം തങ്ങളുടെ വീടുകളിൽ ഉറങ്ങിക്കിടന്നിരുന്ന സാധാരണക്കാരായിരുന്നുവെന്നും പ്രാദേശിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. ഇതിനു പുറമെ അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി പ്രവിശ്യയായ കുനാറിലെ പല മേഖലകളിലും പാക് സൈന്യം ശക്തമായ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. പാക്തിയ പോലീസ് കമാൻഡ് വക്താവ് ഈ വ്യോമാക്രമണത്തിന്റെ വിവരങ്ങൾ സ്ഥിരീകരിച്ചു. അദ്ദേഹത്തിന്റെ പ്രസ്താവന പ്രകാരം സമകാനി ജില്ലയിൽ മാത്രമുണ്ടായ ബോംബാക്രമണങ്ങളിൽ 35ഓളം പേർ മരിക്കുകയും വലിയ തോതിൽ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സമകാനി ജില്ലയിലെ മാൻഡോഖേൽ മേഖലയിലുള്ള ബിസ്മില്ല ജാൻ എന്ന സാധാരണക്കാരന്റെ വീടിന് നേരെയാണ് പാക് വിമാനങ്ങൾ ആദ്യം ബോംബെറിഞ്ഞത്. എന്നാൽ ഇവർ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ തൊട്ടടുത്ത നിമിഷം തന്നെ പാക് സൈന്യം രണ്ടാമതും അവിടെ ബോംബാക്രമണം നടത്തി. ഇതോടെ ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ എത്തിയ നിരപരാധികളായ ആളുകളും രണ്ടാമത്തെ ആക്രമണത്തിൽപ്പെട്ട് ദാരുണമായി കൊല്ലപ്പെടുകയായിരുന്നു. സമകാനി ജില്ലയിലെ ഹെൽത്ത് സെന്ററുകളിൽ ചികിത്സയിൽ കഴിയുന്ന പരിക്കേറ്റ പൗരന്മാരും അവിടുത്തെ ഡോക്ടർമാരും ഇതേ കാര്യങ്ങൾ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. തങ്ങളുടെ വീടുകളെയാണ് പാക് സൈന്യം ബോംബെറിഞ്ഞ് തകർത്തതെന്ന് അവർ പറഞ്ഞു. ആ പ്രദേശത്ത് എവിടെയും യാതൊരുവിധ സൈനിക താവളങ്ങളോ അല്ലെങ്കിൽ സായുധ സംഘങ്ങളുടെ കേന്ദ്രങ്ങളോ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും യാതൊരു പ്രകോപനവുമില്ലാതെ തങ്ങളുടെ പാർപ്പിടങ്ങൾക്ക് നേരെ വിമാനങ്ങൾ വന്ന് തകർത്തതിലൂടെ നിരവധി കുടുംബങ്ങളാണ് അനാഥമായതെന്നും അവർ കൂട്ടിച്ചേർത്തു. അതേസമയം അഫ്ഗാൻ അതിർത്തിക്കുള്ളിൽ കയറി നടത്തിയ ഈ വിനാശകരമായ വ്യോമാക്രമണങ്ങളെക്കുറിച്ച് പാകിസ്ഥാൻ സൈന്യത്തിന്റെയോ സർക്കാരിന്റെയോ ഭാഗത്തു നിന്ന് ഇതുവരെ യാതൊരുവിധ ഔദ്യോഗിക പ്രതികരണങ്ങളും പുറത്തു വന്നിട്ടില്ല. എന്നാൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം ഈ ആക്രമണത്തെ കടുത്ത ഭാഷയിൽ അപലപിച്ചു. നിരായുധരായ സാധാരണക്കാർക്ക് നേരെ പാകിസ്ഥാൻ നടത്തിയത് നഗ്നമായ മനുഷ്യാവകാശ ലംഘനമാണെന്നും ഇതിനെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും അഫ്ഗാൻ അധികൃതർ മുന്നറിയിപ്പ് നൽകി. കറാച്ചിയിലുണ്ടായ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പാക് സൈന്യം അതിർത്തിയിൽ 29 വിമതരെ വധിച്ചതായി കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ അഫ്ഗാൻ ജനതയ്ക്ക് മേൽ ഈ കനത്ത ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.